Good evening, all. Learn Your Constitution സീരീസ് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുന്നേ നമ്മൾ 2 സെഷൻസ് കണ്ടക്ട് ചെയ്തിരുന്നു. ലേൺ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുക. സീരീസ് നമ്പർ 1ഉം 2ഉം കഴിഞ്ഞു. 1ന്റെ അകത്ത് നമ്മൾ ഒരു ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്, അതിന് വരാനായിട്ടുള്ള കാരണക്കാരൊക്കെയാണ്, ആരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം എന്നൊരു ഐഡിയ പറഞ്ഞത്, എങ്ങനെയാണ് അത് ബ്രിട്ടീഷുകാർ അംഗീകരിച്ചത്, എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അത് അംഗീകരിച്ചത്, എപ്പോഴാണ് അത് അംഗീകരിച്ചത്, പിന്നെ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നാൽ എന്താണ്, അസംബ്ലിയുടെ അകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു, പിന്നീട് എത്ര പേരായി ചുരുക്കപ്പെട്ടു, പിന്നെ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്തത്, എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്, എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ, ആമുഖം എന്നാൽ എന്താണെന്ന് നോക്കി. ആമുഖത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. മൂന്നാമത്തെ സെഷനിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് 395 ആർട്ടിക്കിൾ ആയിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. 22 പാർട്ടിലായിട്ട്, 22 ഭാഗങ്ങളിലായിട്ട് 395 ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി ഉണ്ടായിരുന്നത്. പിന്നീട് 106ഓളം ചേഞ്ചുകൾ, വ്യത്യാസങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് വരുത്തിയിട്ടുണ്ട്. 106 ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആർട്ടിക്കിൾസും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്. ഇപ്പൊ 440 പ്ലസ് ആർട്ടിക്കിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തുണ്ട്. 22 പാർട്ട് എന്നുള്ളത് 25 പാർട്ടായിട്ട് ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒറിജിനലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് 8 സ്കെഡ്യൂൾ ആയിരുന്നു, അതിപ്പോ 12 സ്കെഡ്യൂൾ ആയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ പഠിച്ചായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണെന്നും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണെന്നും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അഡ്വൈസർ ആരാണെന്നും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഐഡിയ പുറപ്പെടുവിച്ചത് ആരാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. ഒരിക്കൽ കൂടി പറയുന്നതാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അഡ്വൈസർ ആരാണ്? ലീഗൽ അഡ്വൈസർ BN റാവു ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് MN റോയി ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഫാദർ എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. പ്രിയാമ്പിൾ, ആമുഖത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 395 ആർട്ടിക്കിൾ ഉണ്ടല്ലോ. 395 ആർട്ടിക്കിൾ 22 പാർട്ടിലായിട്ടാണ് ഉള്ളത്. 22ഓളം പാർട്ടുകൾ, 22ഓളം സബ്ജക്ട് മാറ്ററിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓരോ പാർട്ടിലും ഓരോ വിഷയങ്ങളെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. അപ്പൊ അതിൽ എല്ലാ പാർട്ടുകളും ഞാനിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമുക്ക് ഈ ഒരു സെഷനിലോട്ട് കടക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 22ഓളം പാർട്ട് ഉണ്ട് എന്നതാണ് നമ്മുടെ ടോപ്പിക്. അതിൽ പാർട്ട് 1ലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 1ൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഓരോ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഓരോ അനുച്ഛേദം എന്ന് പറയും. ഒരു ആർട്ടിക്കിളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സ്ക്രീനിൽ. ഫസ്റ്റ് പാർട്ടില് സബ്ജക്ട് മാറ്റർ വായിച്ചു നോക്കിക്കേ. പാർട്ട് ലെഫ്റ്റ് സൈഡിലുള്ള കോളത്തിന്റെ ഏറ്റവും മുകളിലുള്ളത് പാർട്ടുകളുടെ പേരാണ്. പാർട്ട് 1, താഴെ 2, അതിന്റെ താഴെ 3, അതിന്റെ താഴെ 4. രണ്ടാമത്തെ കോളത്തിന്റെ അകത്തുള്ളത് സബ്ജക്ട് മാറ്റർ ആണ്. ആ പാർട്ടി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിന്റെ പേരാണ്, എന്തിനെ പറ്റിയാണ് ആ പാർട്ടിയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. മൂന്നാമത്തേത് ആ പാർട്ടിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്. നമ്മൾ നമ്പർ ഇട്ട് എഴുതൂലേ, 1, 2, 3. ഒന്നാമത്തെ, ഇപ്പൊ നമ്മളൊരു ബുക്ക് എഴുതുമ്പോൾ 30 വരികളിലായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. ഒന്നാമത്തെ വരി 1 ഇട്ടിട്ട് എഴുതിയിട്ടുണ്ടാകും, ഇന്നതാണ്. 2 ഇട്ടിട്ട് എഴുതിയിട്ടുണ്ടാവും, ഇന്നതാണ്. ഓരോരോ വരിയിലും ഓരോരോ ഡിഫറെന്റ് മാറ്റേഴ്സ് ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇതേപോലെ ഓരോ ആർട്ടിക്കിളിലും ഓരോ ഡിഫറെന്റ് കാര്യങ്ങളാണ്. പക്ഷേ ഓരോ പാർട്ടിൽ ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിരിക്കുള്ളൂ. അപ്പൊ ഒരു പാർട്ടിന്റെ അകത്ത് 4 ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ 4 ആർട്ടിക്കിളും ആ ഒരു സബ്ജക്ട് മാറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് തിങ്സ് ആയിരിക്കും. അത് ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 1 എടുത്ത് നോക്കിയാൽ പാർട്ട് 1ൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു ഘടന. നമ്മുടെ രാജ്യം എന്നാൽ എന്താണ്, നമ്മുടെ രാജ്യത്തിന്റെ പേരെന്താണ്, നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് എന്തെല്ലാം ഉണ്ട്. നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ഡൽഹി മാത്രമാണോ, കേരളം മാത്രമാണോ, തമിഴ്നാട് മാത്രമാണോ? അല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയുള്ള ആർട്ടിക്കിളിൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, നമ്മുടെ രാജ്യത്തിന്റെ ഘടനയെ പറ്റിയാണ് വിവരിക്കുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 1 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത്. ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതായത് ഇന്ത്യ, അതായത് ഭാരത്,
ഇന്ത്യക്ക് 2 പേരുണ്ടെന്നാണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. ഇന്ത്യ അതായത് ഭാരത്. ഇന്ത്യ, ഭാരത് എന്നും കൂടി പേരുള്ള ഇന്ത്യ ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതെന്തായിരിക്കും? പല സ്റ്റേറ്റുകൾ കൂടിച്ചേർന്നതായിരിക്കും. അതിനർത്ഥം ഇന്ത്യ എന്നുള്ളത് ഒറ്റക്ക് ഇന്ത്യ എന്ന് നാമവൽക്കരിക്കപ്പെട്ടുള്ള ഒരു കൺട്രി അല്ല. ഇന്ത്യ എന്ന കൺട്രി ആകണമെങ്കിൽ അതിന്റെ അകത്ത് പറയപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റുകൾ എല്ലാം തന്നെ ഉണ്ടാകണം. അപ്പൊ ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. എത്ര സ്റ്റേറ്റുകളാണ്, ഏതൊക്കെയാണ് സ്റ്റേറ്റുകൾ എന്നുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് സ്കെഡ്യൂളുകൾ ഉണ്ട് എന്ന് നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു. സ്കെഡ്യൂളുകൾ അവസാനം ഒരു 8, ഇപ്പൊ നിലവിൽ 12 സ്കെഡ്യൂൾ ഉള്ള കാര്യം പറഞ്ഞിരുന്നു. അതിൽ 1ാമത്തെ സ്കെഡ്യൂളിലാണ് ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുകൾ ഉണ്ടെന്ന് വിവരിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന്. ഇപ്പൊ കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഹരിയാന, അരുണാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ആസാം, ബീഹാർ, മേഘാലയ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വിവരിച്ചേക്കുന്നത് ഏതൊക്കെ സ്റ്റേറ്റുകളാണെന്നുള്ളത് സ്കെഡ്യൂൾ 1ലാണ്. അപ്പോ ഓരോ ആർട്ടിക്കിളിലും ഈ ഒരു പാർട്ട് യൂണിയൻ ആൻഡ് ടെറിട്ടറി, നമ്മുടെ രാജ്യത്തിന്റെ ഘടനയെ പറ്റി പറയുന്നത് ഈ ഫസ്റ്റ് പാർട്ടിലാണ്. യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്ന് പറഞ്ഞ പാർട്ടിലാണ്. ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ എന്ന രാജ്യം, ഭാരത് എന്നും കൂടി പേരുള്ള രാജ്യം, പല സ്റ്റേറ്റുകൾ കൂടി ചേർന്നിട്ടുള്ള രാജ്യമാണ്. ആർട്ടിക്കിൾ 2, 3, 4 ആർട്ടിക്കിളിലൊക്കെ ആയിട്ട് ആകെ മൊത്തം പറയുന്നത് നിലവിലുള്ള രാജ്യത്തിലെ സംസ്ഥാനങ്ങളിൽ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ, ഉദാഹരണത്തിന് കേരള എന്ന സംസ്ഥാനത്തെ 2ആയി വിഭജിക്കണം എങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് 2ആയി വിഭജിക്കേണ്ടത്, അതിന്റെ പ്രൊസീജിയർ എന്താണ്, അത് എവിടെയാണ്, അങ്ങനെ വിഭജിക്കണമെങ്കിൽ അത് ആര് അനുമതി നൽകണം, പാർലമെന്റിൽ ആ നിയമം കൊണ്ടുവരണം, അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ആർട്ടിക്കിൾ 2, 3, 4 ആർട്ടിക്കിളിലായിട്ട് പറയുന്നത്. അപ്പൊ സംസ്ഥാനങ്ങളെ ചേഞ്ച് വരുത്തുന്ന വിഷയങ്ങളും, സംസ്ഥാനങ്ങളുടെ പേരുകൾ മാറ്റം വരുത്തുന്ന വിഷയങ്ങളും, സംസ്ഥാനങ്ങളുടെ ബൗണ്ടറികളിൽ വ്യത്യാസം വരുത്തുന്ന വിഷയങ്ങളും. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാവുമായിരിക്കും, പണ്ട് കേരളത്തിൽ പാലക്കാട് എന്ന് പറഞ്ഞ ഒരു ജില്ല ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കന്യാകുമാരി കേരളത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീട് ഇത് എന്ത് ചെയ്തത്, ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയ, കേരളത്തിന് കൃഷി നടത്താൻ വലിയ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ കേരളം എന്ത് ചെയ്തു, തമിഴ്നാട്ടിന്റെ കയ്യിൽ നിന്ന് പാലക്കാട് വാങ്ങിച്ചിട്ട് കന്യാകുമാരി തമിഴ്നാടിന് കൊടുത്തു. അപ്പൊ ബൗണ്ടറിയിൽ വ്യത്യാസം വന്നു. ഇതെങ്ങനെയാണ് കേരളവും തമിഴ്നാടും തമ്മിൽ പേര് എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ തീർന്നോ? അല്ല. ഇതെങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നതൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 2, 3, 4 ആർട്ടിക്കിളിലായിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. 1, 2, 3, 4 ആർട്ടിക്കിളിൽ ഇന്ത്യയിൽ ഘടനകൾ വ്യത്യാസം, ഇന്ത്യയുടെ ആ ഒരു ഭൂഘടനയിൽ വ്യത്യാസം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ എന്തൊക്കെയാണ്, എങ്ങനെ മാറ്റം വരുത്തണം, ഏതൊക്കെ രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും, അതെങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് പാർട്ട് 1 പറയുന്നത്. അപ്പൊ ഇതാണ് പാർട്ട് 1. ഇനി പാർട്ട് 2, 2ാമത്തെ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ 2ാമത്തെ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് സിറ്റിസൺഷിപ്പ്, പൗരത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന സിറ്റിസൺഷിപ്പ് ആക്ട്, പൗരത്വ ഭേദഗതി ബില്ലൊക്കെ നിലവിൽ വരാൻ, പൗരത്വ ഭേദഗതി ബില്ലൊക്കെ ഓൾറെഡി ഇപ്പോ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇഷ്യൂ ആയി മാറിയേക്കുന്ന ഒരു കേസാണ് പൗരത്വ ഭേദഗതി ബില്ല്. അപ്പൊ ഈ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ കൊണ്ടുവരുന്നതും, പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവരാനുള്ള പാർലമെന്റിന്റെ റൈറ്റ്, എങ്ങനെയാണ് പൗരത്വത്തിൽ ഭേദഗതി വരുത്താൻ പറ്റുന്നത്, എങ്ങനെയാണ് ഒരാൾക്ക് പൗരത്വം കൊടുക്കേണ്ടത്, ഇന്ത്യ വിഭജിക്കപ്പെട്ട സമയത്ത് പാകിസ്ഥാനിലോട്ട് പോയ ആളുകൾ പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ട് വന്നാൽ അവർക്ക് പൗരത്വം കൊടുക്കണോ, ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ പാകിസ്ഥാനിൽ പോയിട്ട് പിന്നെ ഇന്ത്യയിലോട്ട് വന്നാൽ അവർക്ക് പൗരത്വം കൊടുക്കണോ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ വന്ന ഡയറക്ട്ലി ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോവാതെ വിഭജിക്കപ്പെട്ട സമയത്ത് പാകിസ്ഥാനിൽ പെട്ടുപോയി പിന്നെ ഇന്ത്യയിലോട്ട് വന്ന ആളുകൾ അവർക്ക് പൗരത്വം കൊടുക്കണോ, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് കുറെ ആളുകൾ ഇന്ത്യയിലില്ല, അവർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പോയേക്കണാണ്, അപ്പൊ അവർക്ക് പൗരത്വം കൊടുക്കണോ, എങ്കിൽ എങ്ങനെ കൊടുക്കണം. അപ്പൊ ഇതിന്റെയൊക്കെ പ്രൊസീജിയറും കാര്യങ്ങളാണ് 2ാമത്തെ പാർട്ടിൽ പറയുന്നത്. പൗരത്വം എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം, ആർക്കൊക്കെ ഇന്ത്യൻ പൗരത്വം കൊടുക്കണം, ഏതൊക്കെ രീതികൾ ഉണ്ടാവുമ്പോൾ ഇന്ത്യൻ പൗരത്വം എടുത്ത് കളയണം. അപ്പൊ ഇന്ത്യൻ പൗരത്വത്തെ പറ്റി വിശദീകരിക്കാൻ ഇന്ത്യയിൽ ഒരു സ്പെഷ്യൽ ആക്ട് തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. ആക്ട് എന്ന് പറയുമ്പോൾ നിയമം, പ്രത്യേകം പാർലമെന്റ് കൂടി പാസ്സാക്കുന്ന നിയമത്തിനെയാണ് ആക്ട് എന്ന് പറയുന്നത്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 2019 എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ട്. ആ ആക്ടിലാണ് എങ്ങനെയാണ് ഒരാൾക്ക് പൗരത്വം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പൗരത്വമുള്ള ഒരാളുടെ പൗരത്വം എടുത്തു കളയാൻ പറ്റുന്നത് എന്ന പ്രൊവിഷൻസ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 2ാമത്തെ പാർട്ടി പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും ഇന്ത്യയിൽ ഭരണഘടനയിൽ ഒരു ആളുടെ പൗരത്വത്തെ പറ്റി പറയുന്നത് എവിടെയാണെന്ന്. അത് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളിലല്ലേ പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റും. ഇത് ശരി ഉത്തരവാണ്. ഇതിൽ ഓരോ ആർട്ടിക്കിളും
അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായപ്പെടാം, അങ്ങനെ എടുത്തു തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദ്യം തന്നെ എല്ലാം കൂടി വിശദീകരിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ ബേർഡൻ ആയി പോകും. അതുകൊണ്ടാണ് ചുരുക്കി സെഷൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിയിൽ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനി പാർട്ട് 3, മൂന്നാമത്തെ പാർട്ട്. പാർട്ട് 1 എന്താണ്, പാർട്ട് 2 എന്താണ്, പാർട്ട് 3 എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. പാർട്ട് 3 വിവരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശം. യെസ്, വെരി 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 ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും മൗലികമായിട്ടുള്ള ഭാഗമാണ് ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശങ്ങൾ. ഏതൊക്കെയാണ് മൗലിക അവകാശം, അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്ത് നമ്മുടെ ഒരു 5-ാമത്തെ 6-ാമത്തെ സീരീസിൽ അത് പഠിപ്പിക്കും. ഏതൊക്കെയാണ് മൗലിക അവകാശം, എങ്ങനെയൊക്കെയാണ് അത് ലംഘിക്കപ്പെട്ടാൽ ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാം, എല്ലാ കാര്യങ്ങളും അത് ഡിസ്കസ് ചെയ്യും അടുത്തടുത്ത സെഷനിലായിട്ട്. അപ്പൊ പാർട്ട് 3 മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. ഏകദേശം 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. തുല്യതയ്ക്കുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരെയുള്ള അവകാശമുണ്ട്, മതപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതികളെ സമീപിക്കാനുള്ള അവകാശങ്ങളും ഉണ്ട്. ഇങ്ങനെ 6 രീതിയിലുള്ള അവകാശങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അനുച്ഛേദം 12, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലായിട്ട് 12, 13, 14, 15 തുടങ്ങി 30, 31, 32, 33, 34, 35 ഇത്രയും ആർട്ടിക്കിളില് പാർട്ട് 3 ഇത്രയും ആർട്ടിക്കിളിലായിട്ടാണ് മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. 4-മത്തതാണ് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതെ, അതായത് ഒരു രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആ രാജ്യം നടപ്പിലാക്കിയാൽ നല്ലത് എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ ആളുകൾ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കൽ നിർബന്ധമില്ല, നടപ്പിലാക്കിയാൽ നല്ലത്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു മുസ്ലിം റിലീജിയനിലുള്ള ആളുകൾക്ക് ഇച്ചിരി കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറയാം. അതായത് ഫർളും സുന്നത്തും തമ്മിലുള്ള ഡിഫറൻസ് പോലെയാണ് ഇത്. അതായത് ഫർൾ എന്ന് പറഞ്ഞ ഒരു സാധനം അത് ഒരാൾക്ക് കമ്പൾസറി ആയിട്ട് ചെയ്തേ പറ്റൂ, അതിലൊരു വിട്ടുവീഴ്ചയില്ല. അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്. അത് ഫണ്ടമെന്റൽ റൈറ്റ് ഫർൾ പോലെയാണ്, അത് നിർബന്ധമാണ്, ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. പക്ഷെ DPSP എന്നുള്ളത് ഫർളല്ല, സുന്നത്താണ്. അതായത് ചെയ്താൽ നല്ലത്, പക്ഷെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ക്വസ്റ്റ്യൻ ചെയ്യൊന്നുമില്ല. കോടതികൾക്ക് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. ഗവൺമെന്റ് ചെയ്യൽ നല്ലതാണ്, പക്ഷെ ചെയ്തില്ല എന്ന് പറഞ്ഞ് കോടതികൾക്ക് ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വരുന്ന കാര്യങ്ങളാണ് ആളുകൾക്ക് എന്ത് ചെയ്യുക, 6 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, പിന്നെ വർക്കിംഗ് സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷകൾ ഉറപ്പുവരുത്തുക, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വർക്കിംഗ് സ്ഥലങ്ങളിലുള്ള സുരക്ഷ ഉറപ്പുവരുത്തുക, പിന്നെ രാജ്യത്തിന്റെ പരമോന്നതമായിട്ടുള്ള സ്ഥലങ്ങളെ അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള കേന്ദ്രങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ രാജ്യത്ത് കൂടുതലായിട്ട് അഗ്രികൾച്ചറിന് പ്രൊമോഷൻ നൽകുക, കൂടുതലായിട്ട് എന്ത് ചെയ്യുക, കൃഷി വിഭവങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, ആനിമൽ ഹസ്ബൻഡറി, മൃഗങ്ങൾ വളർത്താനുള്ള പ്രൊമോഷൻസ് കൊടുക്കുക. അപ്പോൾ ഒരാൾക്ക് മൃഗങ്ങളെ വളർത്താനുള്ള ഒരു പ്രൊമോഷൻ എന്റെ ഗവൺമെന്റ് എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ആർക്കെങ്കിലും കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ പാർട്ട് അത് നിർബന്ധമായും കിട്ടേണ്ടതാണ്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിച്ചത് വാങ്ങിച്ചെടുക്കാൻ പറ്റും. പക്ഷെ DPSPയിലുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങാനൊന്നും പറ്റൂല. അപ്പൊ മൃഗങ്ങളെ വളർത്താനുള്ള പ്രൊമോഷനും കാര്യങ്ങളും സ്റ്റേറ്റ് ചെയ്യണം എന്നുള്ളത് DPSPയുടെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത കാര്യമാണ്. അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയെ സമീപിച്ച് വാങ്ങിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവിടെ. 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളിലായിട്ടാണ് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഒരു നല്ല സ്റ്റേറ്റിന്റെ ഉന്നമനത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നത് പാർട്ട് 3 ആ പാർട്ട് 3 എന്ത് ചെയ്യുക, നന്നായിട്ട് റെഫർ ചെയ്യുക. അത് നമുക്ക് അവിടെ എത്തുമ്പോൾ പഠിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ 4 പാർട്ടിലായിട്ടുള്ളത്. ഇനി അടുത്തത് പാർട്ട് 5. ഇന്നിപ്പോ അത്യാവശ്യം നേരമായി, നമുക്ക് ഇന്നത്തെ സെഷൻ ഇത്രയും മതി. ഓരോ ദിവസം ഒരുപാടൊന്നും പഠിച്ചു പോകണ്ട, ഒരുപാട് പഠിച്ചാൽ ബേർഡൻ ആയി പോകും. അതുകൊണ്ട് ഇന്ന് ഇത്ര എടുത്താൽ മതി. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 നാളത്തെ സെഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യുക, ഇത് പഠിച്ചുകൊണ്ട് വരിക. യൂണിയൻ ആൻഡ് ടെറിട്ടറിയെ പറ്റി പറയുന്നത് പാർട്ട് 1, സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത് പാർട്ട് 2, ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റി പറയുന്നത് പാർട്ട് 3. അതാണ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഭാഗം, മൗലിക അവകാശങ്ങൾ. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 നമുക്ക് നൽകുന്ന അവകാശമാണ്.
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലായിട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റി പറയുന്നത്. പാർട്ട് 4ലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റി പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. നാളെ നമുക്ക് പാർട്ട് 5 മുതലുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഹിയർ വി കൺക്ലൂഡ്. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.